ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MA ഹിസ്റ്ററിയുടെ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി ആൻഡ് തിയറി എന്നുള്ളത്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഇനി റൊമാൻറ്റിസിസം എന്താണെന്ന് നോക്കാം. The expression romantic became popular during its own time, roughly 1780 to 1850, but even within its period of existence, few romantics would have agreed on general meaning. The philosophers of Enlightenment held a conception of human nature as something uniform and unchanging and treated certain ages of the past, like Middle Ages, as primitive and barbaric. Romanticism appeared in conflict with such ideas of enlightenment. It is said to have shook the comfortable 18th century philosophy out of their intellectual single-mindedness. The Romanticists looked upon life and its interpretation as based more on feeling than on thought. According to them, enlightenment stifled imagination, sensitivity, feelings, spontaneity, and freedom. For the Romanticists, the medium of thought itself was feeling. The skepticism, rationalism, and intellectualism of the age of reason came to be challenged everywhere by faith and feeling, imagination and mystery, sentiment and romance. റൊമാൻറ്റിക് എന്ന പ്രയോഗം 1780 1850 കാലഘട്ടത്തിലാണ് പ്രചാരം നേടിയത്. അതിൻ്റെ നിലനിൽപ്പിനുള്ളിൽ പോലും റൊമാൻറ്റിക്സ് എന്ന പദം പൊതുവായ അർത്ഥത്തിൽ യോജിക്കാറുണ്ട്. ജ്ഞാനോദയത്തിൻ്റെ തത്വചിന്തകൾ മനുഷ്യ സ്വഭാവത്തെ ഏകീകൃതവും മാറ്റമില്ലാത്തതുമായ ഒന്നായിട്ട് സങ്കല്പിക്കുകയും ഭൂതകാലത്തിലെ ചില കാലഘട്ടങ്ങളെ മനുഷ്യ കാലഘട്ടങ്ങളെ പോലെ പരിഗണിക്കുകയും ചെയ്തു. ജ്ഞാനോദയത്തിൻ്റെ അത്തരം ആശയങ്ങളുമായുള്ള വൈരുദ്ധ്യത്തിലാണ് റൊമാൻറ്റിസിസം പ്രത്യക്ഷം. 18-ാം നൂറ്റാണ്ടിലെ കംഫർട്ടബിളായ തത്വചിന്തയെ അവിടെ ഭൗതികമായ ഏക മനസ്സിൽ നിന്ന് ഉലച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ റൊമാൻറ്റിസ്റ്റുകൾ ജീവിതത്തെയും അതിൻ്റെ വ്യാഖ്യാനത്തെയും ചിന്തയേക്കാൾ വികാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിട്ട് അവർ വീക്ഷിച്ചു. അവരുടെ അഭിപ്രായത്തിൽ പ്രബുദ്ധത, ഭാവനം, സംവേദനക്ഷമത, വികാരങ്ങൾ, സ്വാഭാവികത, സ്വാതന്ത്ര്യം എന്നിവയെ അവർ തടഞ്ഞു. കാൽപ്പനികവാദികൾക്ക് ചിന്തയുടെ മാധ്യമം തന്നെ വികാരമായിരുന്നു. യുക്തിയുഗത്തിലെ സന്ദേഹവാദവും യുക്തിവാദവും ഭൗതികവാദവും വിശ്വാസവും വികാരവും ഭാവനയും വികാരവും നിഗൂഢതയും പ്രണയവും എല്ലാം വെല്ലുവിളിക്കപ്പെട്ടു എന്ന് അവർ പറയുന്നുണ്ട്. യുക്തിയുഗത്തിലെ സ്നേഹവാദത്തെയും യുക്തിവാദത്തെയും ഭൗതികവാദത്തെയും വിശ്വാസത്തെയും വികാരത്തെയും ഭാവനയെയും നിഗൂഢതയെയും പ്രണയത്തെയും എല്ലാം റൊമാൻറ്റിസിസ്റ്റുകൾ വെല്ലുവിളിക്കുന്നുണ്ട്. ജീൻ ജാക്വസ് റൂസോ വാസ് ദ inspirer and Messiah of the Romanticist movement. Romanticism was Rousseau's call back to naturalness and freedom, a call for originality, for direct experience and unhindered expression. The romantic tide swept Europe between Rousseau and Darwin, a literature of feeling, sentiment and passion followed by Germany, England and France. Self-consciousness appears as one of the key elements of Romanticism itself. Romanticism humanized history by diverting it of its pragmatic role as orator and teacher of prudence and virtue, and with humanization came a vast widening of scope of history. The romantic love of mysterious and unknown contributed to new interests in strange and distant societies and civilizations such as Chinese, Arab, Indian, Persian and Egyptian. Unlike the Enlightenment historians who viewed the past ages with contempt and disgust, Romanticists regarded it with sympathy and respect. They found in such ages the expression of genuine and valuable human achievements. റൊമാൻറ്റിക് പ്രസ്ഥാനത്തിൻ്റെ പ്രചോദകനും മിശിഹായുമായിരുന്നു ജീൻ ജാക്വസ് റൂസോ. റൊമാൻറ്റിസിസം എന്നത് സ്വാഭാവികതയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള റൂസോയുടെ തിരിച്ചുവിളിയാണ്. മൗലികതയുടെ ആഹ്വാനമായിരുന്നു. നേരിട്ടുള്ള അനുഭവത്തിനും തടസ്സമില്ലാത്ത ആവിഷ്കാരത്തിനും റൊമാൻറ്റിക് വേലിയേറ്റം യൂറോപ്പിനെ റൂസോയ്ക്കും ഡാർവിനും ഇടയിലാക്കിയിട്ടുണ്ട്. ജർമ്മനി, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്ന് വികാരത്തിൻ്റെയും വിചാരത്തിൻ്റെയും ഒരു സാഹിത്യമൊഴുകി. റൊമാൻറ്റിസിസത്തിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നായി സ്വയം അവബോധം പ്രത്യക്ഷപ്പെടുന്നു. റൊമാൻറ്റിസിസം ചരിത്രത്തെ മാനുഷികവൽക്കരിച്ചു. വിവേകത്തിൻ്റെയും സൽഗുണത്തിൻ്റെയും വാഗ്മിയും അധ്യാപകനും എന്ന നിലയിലുള്ള അതിൻ്റെ പ്രായോഗിക പങ്കിൽ നിന്ന് അതിനെ ഒഴിവാക്കുകയും
മാനുഷികവൽക്കരണത്തോടെ ചരിത്രത്തിൻ്റെ വ്യാപ്തിയുടെ വിശാലമായ വിപുലീകരണവുമുണ്ടായി. നിഗൂഢവും അജ്ഞാതരുമായവരുടെ പ്രണയം വിചിത്രവും വിദൂരവുമായ സമൂഹങ്ങളിലും ചൈനീസ്, അറബ്, ഇന്ത്യൻ, പേർഷ്യൻ, ഈജിപ്ഷ്യൻ തുടങ്ങിയ നാഗരികതകളിലും പുതിയ താല്പര്യത്തിന് കാരണമായി. കഴിഞ്ഞ യുഗങ്ങളെ അവജ്ഞയോടെയും വെറുപ്പോടെയും വീക്ഷിച്ച ജ്ഞാനോദയ ചിന്തകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി റൊമാൻറ്റിസിസ്റ്റുകൾ അതിനെ പരിഗണിച്ചത് സഹതാപവും ബഹുമാനവും കൊണ്ടായിരുന്നു. അത്തരം യുഗങ്ങളിൽ അവർ യഥാർത്ഥവും മൂല്യവത്തുമായ മാനുഷിക നേട്ടങ്ങളുടെ ആവിഷ്കാരം അവർ കണ്ടെത്തി. Romanticist sympathy for primitive times and for the Middle Ages became an asset which vastly enriched the historical outlook. According to Collingwood, this love for the past did not develop into a futile nostalgia for the past as such, on to another conception of Romanticism, the conception of history as a progress, a development of human reason, or the education of mankind. For a Romanticist historian, a past age like the Middle Ages was important doubly, partly because it was of permanent value in itself as a unique achievement of the human mind, and partly as taking place in a course of development leading on to things of still greater value. So Romantic historiography, unlike Enlightenment historiography, thought of the whole past as one, and therefore no part of it was neglected and unworthy of study. പ്രാകൃത കാലഘട്ടങ്ങളോട് റൊമാൻറ്റിസിസ്റ്റ് സഹതാപം പുലർത്തിയിരുന്നു. സഹതാപ മനോഭാവം പുലർത്തി. മധ്യകാലഘട്ടം ചരിത്ര വീക്ഷണത്തെ വളരെയധികം സമ്പന്നമാക്കിയ ഒരു കാലഘട്ടമായി മാറി. കോളിംഗ്വുഡിൻ്റെ അഭിപ്രായത്തിൽ ഭൂതകാലത്തോടുള്ള ഈ സ്നേഹം ഭൂതകാലത്തോടുള്ള ഈ വ്യക്തമായ ഗൃഹാതുരത്വമായി വികസിച്ചില്ല, കാൽപ്പനികതയുടെ മറ്റൊരു സങ്കല്പത്തിന് കടപ്പെട്ടിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ പുരോഗതി, മാനുഷിക യുക്തിയുടെ വികസനം അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ വിദ്യാഭ്യാസം, ഈ രീതിയിലാണ് അദ്ദേഹം സങ്കല്പത്തെ കാണുന്നത്. ഒരു റൊമാൻറ്റിക് ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം മധ്യകാലഘട്ടം പോലെയുള്ള ഒരു മുൻകാല പ്രായം പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം അത് മനുഷ്യ മനസ്സിൻ്റെ എന്ന നിലയിൽ സ്ഥിരമായ മൂല്യമുള്ള ഒരു കാലഘട്ടമാണ്. ഭാഗികമായി കൂടുതൽ മൂല്യമുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്ന വികസനത്തിൻ്റെ ഒരു ഗതിയാണത്. അതുകൊണ്ട് തന്നെ റൊമാൻറ്റിക് ചരിത്രരചന ജ്ഞാനോദയ ചരിത്രരചനയിൽ നിന്ന് വ്യത്യസ്തമായി ഭൂതകാലത്തെ മുഴുവൻ ഒന്നായി കണക്കാക്കുകയും അതിനാൽ തന്നെ അതിൻ്റെ ഒരു ഭാഗവും പഠനത്തിന് യോഗ്യമല്ലെന്ന് അവർ വാദിക്കുന്നില്ല. The Romanticists emphasized the difference between different ages and different national groups. Rousseau and Herder laid the emotional and philosophical basis of nationalist creed. The sympathy and admiration felt by the Romanticists for the Middle Ages led to an imitation of the mystic and capricious standards of those past centuries. Romanticist insistence on feeling and passion linked literature and historiography more than ever. This also became the cause for criticism as well. Instead of being investigators of truth, some romanticists in a way mystified human life and history. They tried to make history attractive by indulging in fanciful depictions and compromised in pursuit of rational causes in history. റൊമാൻറ്റിസിസ്റ്റുകൾ വ്യത്യസ്ത പ്രായക്കാർക്കും വ്യത്യസ്ത ദേശീയ ഗ്രൂപ്പുകൾക്കുമിടയിലുള്ള വ്യത്യാസങ്ങളെ ഊന്നി പറയുന്നുണ്ട്. റൂസോയും ഹേർഡറും ദേശീയ വിശ്വാസത്തിൻ്റെ വൈകാരികതയും ദാർശനികവുമായ അടിസ്ഥാനം സ്ഥാപിക്കുന്നുണ്ട്. മധ്യകാലഘട്ടത്തിൽ റൊമാൻറ്റിസിസ്റ്റുകൾക്ക് തോന്നിയ അനുകമ്പയും ആദരവും കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ മിസ്റ്റിക് കാപ്രിയൻസ് മാനദണ്ഡങ്ങളുടെ അനുകരണത്തിലേക്ക് നയിച്ചു. വികാരത്തിനും അഭിനിവേശത്തിനുമുള്ള കാഴ്ചപ്പാട് സാഹിത്യത്തെയും ചരിത്രരചനയും എന്നേക്കാളേറെ കൂടുതൽ ബന്ധിപ്പിച്ചു. ഇതും വിമർശനങ്ങൾക്ക് കാരണമായി. സത്യത്തിൻ്റെ അന്വേഷകരാകുന്നതിന് പകരം ചില റൊമാൻറ്റിസ്റ്റുകൾ ഒരു വിധത്തിൽ മനുഷ്യജീവിതത്തെയും ചരിത്രത്തെയും നിഗൂഢമാക്കി. ഭാവിയിൽ മുഴുകി ചരിത്രത്തെ ആകർഷകമാക്കാൻ അവർ ശ്രമിച്ചു. ചരിത്രത്തിലെ യുക്തിസഹമായ കാര്യങ്ങൾ പിന്തുടരുന്നതിൽ അവർ ചിത്രീകരണങ്ങൾ കൊണ്ടുവന്നു. The Romanticist nationalist view of history propped up dangerous theories of race and culture, which provided the ideological basis for the phenomenon of modern imperialism. It led later to the notion of Aryan superiority and the civilizing mission of non-whites and justification of colonialism. ചരിത്രത്തെക്കുറിച്ചുള്ള കാൽപ്പനിക ദേശീയവാദ വീക്ഷണം ആധുനിക സാമ്രാജ്യത്തിൻ്റെ പ്രതിഭാസത്തിന് പ്രത്യയശാസ്ത്രപരമായ അടിത്തറ നൽകിയ വംശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അപകടകരമായ സിദ്ധാന്തങ്ങൾ ഉയർത്തി. അത് പിന്നീട് ആര്യൻ ശ്രേഷ്ഠതയിലേക്കും വെള്ളക്കാരല്ലാത്തവരുടെ നാഗരിക ദൗത്യത്തിലേക്കും കൊളോണിയലിസത്തെ നയിക്കുന്നതിലേക്ക് എത്തിച്ചു.
ഇത്രയാണ് നമുക്ക് റൊമാൻറ്റിസിസം എന്ന ഭാഗത്ത് പറയാനുള്ളത്. ഇനി നാഷണലിസം എന്ന കൺസെപ്റ്റിനെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.